ഒരു സംശയം ഷിജു ചോദിക്കാനുള്ളത് ഈ പറയുന്ന മുസ്ലിം പാർട്ടികളുമായി വർഗീയ പാർട്ടികളുമായി യോജിപ്പുണ്ടാക്കിക്കൊണ്ട് പോകുന്നു എന്നൊരു നരേഷൻ നിങ്ങൾ കാര്യമായി ഉണ്ടാക്കുന്നുണ്ട്. അതിൽ തന്നെ ഒരു പ്രധാന കക്ഷിയാണ് വെൽഫെയർ പാർട്ടി. അവർ നിങ്ങളുമായി സമീപകാലത്ത് എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വല്ല ബാന്ധവും ഉണ്ടാക്കിയതായി താങ്കളുടെ അറിവിലുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉള്ളതായി ചരിത്രത്തിൽ അങ്ങനെ വല്ല പിടുത്തമുണ്ടോ? അല്ല നിഷാദെ, ഞങ്ങളിപ്പോ മുന്നോട്ട് വെക്കുന്ന വിഷയം എന്താ? യഥാർത്ഥത്തിൽ ന്യൂനപക്ഷ വർഗീയ സ്വഭാവമുള്ള പ്രസ്ഥാനങ്ങളുമായിട്ട് ഇത്രയും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിൽ കൈകോർക്കാൻ കോൺഗ്രസും UDF-ഉം തീരുമാനിക്കുന്നു. നിങ്ങൾ കൈകോർത്തിട്ടുണ്ടോ എന്നാണ് ഷിജു ഞാൻ ചോദിച്ചത്. ഈ പറയുന്ന പാർട്ടിയുമായി നിങ്ങൾ കൈകോർത്തിട്ടുണ്ടോ? നിങ്ങൾ ഭരിച്ചിട്ടുണ്ടോ? അല്ല, നിങ്ങൾ വേദി പങ്കിട്ടിട്ടുണ്ടോ? നിങ്ങൾ ചർച്ച നടത്തിയിട്ടുണ്ടോ? വെൽഫെയർ ഞാൻ ചോദിക്കുന്നത്. ഇതേ വെൽഫെയർ പാർട്ടി നിങ്ങൾ ചർച്ച നടത്തിയിട്ടുണ്ടോ? നിങ്ങൾ അല്ല, പറയാം. അല്ല നിഷാദ് എനിക്ക് മറുപടി പറഞ്ഞ് തീർക്കാനുള്ള അവസരം തരൂ. യഥാർത്ഥത്തിൽ ഭൂരിപക്ഷ വർഗീയതയ്ക്ക് വളമിട്ടാനും ഇന്ധനം പകരാനും മാത്രമേ ഇത്തരത്തിലുള്ള സംഘടനകൾക്ക് പ്രയോജനപ്പെടൂ എന്ന് ഞങ്ങൾ വിലയിരുത്തുന്നു. സ്ഥാപനങ്ങളിൽ ഈ പാർട്ടിയുമായി നിങ്ങൾ ബാന്ധവം ഉണ്ടാക്കിയിട്ടുണ്ടോ? എവിടെയെങ്കിലും ഒരിടത്ത് ഈ സമീപ ചരിത്രത്തിൽ? അതാ ഷിജു ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ ആ പാർട്ടിയെ കുറിച്ച് പറഞ്ഞൊക്കെ അവിടെ ഇരിക്കട്ടെ, അതിനകത്ത് നിങ്ങൾക്ക് നിലപാടുണ്ട്, മനസ്സിലാക്കി. ഇപ്പോ ഈ പാർട്ടിയുമായി നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ബന്ധമുണ്ടായിട്ടുണ്ടോ? നിങ്ങൾ ഏതെങ്കിലും തദ്ദേശ സ്ഥാപനം അവരുമായി ഒരുമിച്ച് ഭരിച്ചിട്ടുണ്ടോ ഈ സമീപകാലത്ത് എപ്പോഴെങ്കിലും? ഷിജുവിന് അറിയാമോ അത്? നിഷാദെ, അങ്ങയുടെ ചോദ്യം ഞങ്ങൾ അവരുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ടോ? ഞങ്ങൾ അവരുമായി ചർച്ച നടത്തുന്നില്ല, ഒരു ചർച്ചയും നടത്താൻ ഉദ്ദേശിക്കുന്നുമില്ല. ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അല്ല, ഇങ്ങനെ ഇടയ്ക്ക് ഷിജു അത് പറഞ്ഞാൽ മതി. നമ്മൾ അവസാന സമയത്താണ് ഈ കോഴിക്കോട് ജില്ലയിലെ മുഖ്യ മുനിസിപ്പാലിറ്റിയിൽ നിങ്ങൾ ഒരുമിച്ച് പോയിട്ടുണ്ടോ? വേറെ ഉണ്ട്. ഞാൻ പറയട്ടെ, നമുക്ക് അല്ല, ഞങ്ങൾ വളരെ കൃത്യമായി ഞങ്ങളുടെ സംസ്ഥാന നിലപാടും കേരളത്തിലെമ്പാടുമുള്ള തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ കഴിഞ്ഞ ദിവസത്തെയോ കഴിഞ്ഞ മാസത്തെയോ അല്ലെങ്കിൽ ഇക്കാലയളവിനിടയിൽ ഞങ്ങൾ ഇറക്കിയിട്ടുള്ള പത്രപ്രസ്താവനകളോ ഞങ്ങളുടെ സംസ്ഥാന നേതാക്കന്മാരുടെ ഞാൻ വെല്ലുവിളിക്കുന്നു. ഓരോ പഞ്ചായത്ത് ഇലക്ഷനും ലോക്സഭയിൽ വരെ, പഞ്ചായത്തിൽ വരെ, നിയമസഭയിൽ വരെ അങ്ങനെ ഞാൻ ചോദിക്കുന്നത് വെൽഫെയർ പാർട്ടിയോടുള്ള നിങ്ങളുടെ നയം, വെൽഫെയർ പാർട്ടി UDF ബന്ധത്തെ കുറിച്ച് നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഈ കാര്യം എത്ര കാലമായി നിങ്ങൾക്കുള്ള നയമാണ്? ഷിജു, നിങ്ങൾക്ക് എത്ര കാലമായുള്ള നയമാണ്? ഷിജുവില്ല, ഇല്ലില്ല, അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഷിജു, നിങ്ങൾക്ക് എത്ര കാലമായുള്ള നയമാണ്? നിങ്ങൾ എല്ലാ കാലത്തും ഇവരോടുള്ള അകൽച്ച പാലിച്ചു പോന്നിട്ടുണ്ടോ? എല്ലായിടത്തും നിങ്ങൾ ആ വിപ്രതിപത്തി പ്രകടമാക്കിയിട്ടുണ്ടോ? അതോ നിങ്ങൾ തരം കിട്ടിയപ്പോഴൊക്കെ അവരുമായി ചേർന്ന് പോയിട്ടുണ്ടോ? എന്നിട്ട് ഇപ്പോ അത് വേറൊരു നരേഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ഷിജു അത് പറഞ്ഞാൽ മതി. ഷിജുവിന് ഉറപ്പുണ്ടോ? ഷിജു, ഞങ്ങൾ ഒരിടത്തും ഇവരുമായി ബന്ധമുണ്ടാക്കിയിട്ടില്ലെന്ന് പറയാൻ പറ്റില്ല ഷിജു. അങ്ങനെയല്ല ചരിത്രം നമ്മോട് പറയുന്നത്, വസ്തുത നമ്മോട് പറയുന്നത്. നിങ്ങൾ അവരുമായി അലയൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്, അവരുമായി ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കേരളത്തിന് മുമ്പിൽ ഉണ്ട് ഷിജു. അല്ല, ഒരു നരേഷൻ ഉണ്ടാക്കാൻ നടത്തുന്ന ശ്രമമാണെന്നൊക്കെ നിഷാദ് പറഞ്ഞു. ഞാൻ എന്താ പറഞ്ഞത്? ഞങ്ങളുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സമുന്നതരായിട്ടുള്ള നേതാക്കന്മാർ, CPIM-ന്റെ നേതാക്കന്മാർ, CPI-യുടെ നേതാക്കന്മാർ ഈ തെരഞ്ഞെടുപ്പിന്റെ സവിശേഷമായ സാഹചര്യത്തിൽ പുറത്തിറക്കിയിട്ടുള്ള മുഴുവൻ പ്രസ്താവനകളും നിഷാദിന് വായിക്കാം. ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടോ ഇത്തരം സംഘടനകളുമായിട്ടോ ഒരു കൂട്ടുകെട്ടിനും ഞങ്ങളില്ല. അത് UDF-ന്റെ രാഷ്ട്രീയമാണ്. BJP-യും RSS-ഉമായി കൈകോർക്കുന്നു, മറുഭാഗത്ത് വെൽഫെയർ പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിയുമായി കൈകോർക്കുന്നു. നിഷാദ് ചോദിക്കുന്നു, നയമല്ലേ ഇടതുപക്ഷത്തിന്റെ ഈ തെരഞ്ഞെടുപ്പിലെ മാത്രമുള്ള ഒരു നയമല്ലേ? ജനാധിപത്യം ഈ തെരഞ്ഞെടുപ്പിലേക്ക് മാത്രമുള്ള ഒരു നയമല്ലേ? അല്ല, വേറെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ സംസ്ഥാന തലത്തിൽ അത്തരം ശ്രദ്ധിക്കപ്പെട്ടതോ അത്തരം നിലപാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ ആ ഘട്ടത്തിൽ ഒന്നും അക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യത്തിൽ ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു, UDF വലിയ പ്രതിസന്ധിയിലാണ്. ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയുമായി അവർ കൈകോർക്കുന്നു. UDF-ഉം കോൺഗ്രസും നമുക്ക് ഈ വിഷയത്തിലേക്കൊന്ന് വരാം. അതായത് UDF മുസ്ലിം വർഗീയ ഭീകര സംഘടനകളുമായി യോജിച്ചു ചേർന്നുകൊണ്ട്
വലിയ തോതിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുന്നു, അവർ വലിയ പ്രശ്നത്തിലാണെന്നാണ് പറയുന്നത്. അപ്പൊ അതിനകത്ത് തന്നെ ഈ പറയുന്ന വെൽഫെയർ പാർട്ടിയാണ് ഇവരുടെ പ്രധാന ആരോപണങ്ങളൊന്ന്. ആ പാർട്ടിയുടെ മെറിറ്റിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. പക്ഷെ ആ പാർട്ടിയുമായി ബന്ധമുണ്ടാക്കുന്നവരെ അടച്ചാക്ഷേപിക്കാൻ ധാർമ്മികമായ റൈറ്റ് ഈ പറയുന്ന ഇടതുപക്ഷത്തിനുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് വരെയുള്ള സമയത്ത് വെൽഫെയർ പാർട്ടിയുടെ വോട്ട്, അതിനു മുമ്പ് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വളരെ കൃത്യമായിട്ട് ഇടതുപക്ഷം പ്രത്യേകിച്ച് CPM വാങ്ങിച്ചിട്ടുണ്ട്. അത് വളരെ പരസ്യമായിട്ട് തന്നെയാണ് വാങ്ങിച്ചിട്ട്. അപ്പൊ ആ സാഹചര്യങ്ങളിൽ ഇങ്ങനെ വളരെ അമിതമായിട്ടുള്ള ഈ വർഗീയത ശ്രദ്ധയോട് പ്രത്യേകിച്ച് ഒരു കമ്മ്യൂണൽ ഡിവിഷൻ ഉണ്ടാക്കാനുള്ള ശ്രമമാണ്. ഇത് വളരെ ഗുരുതരമായിട്ട് ഒരു പ്രശ്നമായിട്ട് തെരഞ്ഞെടുപ്പിൽ നമുക്ക് വിജയിക്കുക പരാജയപ്പെടുക. പക്ഷെ കേരളീയ സമൂഹത്തിനകത്ത് അനാവശ്യമായിട്ട് ഒരു കമ്മ്യൂണൽ ഡിവിഷൻ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം ഇതിനകത്ത് നടത്തുന്നുണ്ട്. മാത്രമല്ല ഹിന്ദു സമുദായത്തിനകത്ത് ഒരു മുസ്ലിം വിരുദ്ധ വികാരം ഉണ്ടാക്കാൻ ശ്രമം നടത്തുന്നുണ്ട്. കമ്മ്യൂണൽ ഡിവിഷനിങ് ആണ് എന്ന് പറയുന്നത് നിങ്ങളുടെ അർത്ഥരഹിതമായിട്ടുള്ള ഒരു വാദമാണ്. ഷിജു, എന്റെ സമയം അതിക്രമിച്ചു പോയി. ശ്രീ പഴകുളം മധു, ശ്രീ നാരായണൻ നമ്പൂതിരി ക്ഷമിക്കണം, എനിക്ക് നിങ്ങളിലേക്ക് ഒരു തവണ കൂടി വരാൻ കഴിഞ്ഞില്ല.